വിഷയത്തിൽ എൻ്റെ സഹപ്രവർത്തകരിൽ ചിലർക്കുണ്ടായ മനോവിഷമത്തിൽ ഞാൻ ഖേദിക്കുന്നുവെന്ന് മോഹൻലാൽ പറയുകയുണ്ടായി. ശരിക്കും ഇത് ലാലേട്ടൻ്റെ ബിസിനസ് തന്ത്രമല്ലേ? എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഒരു ബിസിനസ് തന്ത്രം തന്നെയാണെന്ന് തോന്നുന്നു. ഈ ചിത്രത്തെക്കുറിച്ച് യാതൊന്നും മോഹൻലാൽ കണ്ടില്ല എന്ന്, കഥ മുഴുവനായിട്ട് കേട്ടില്ല എന്നൊക്കെ ഒരു വാർത്ത കേട്ടു. പക്ഷേ ഈ ചിത്രം മുഴുവൻ കാണാതെ, ഈ ചിത്രത്തിൻ്റെ പ്രിവ്യൂ മുഴുവൻ കാണാതെ ലാലേട്ടൻ ഇങ്ങനൊരു സിനിമ ഇറക്കാൻ സമ്മതിക്കുമോ? ഇതൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ലാലേട്ടനെ എല്ലാം നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും ആ കാര്യത്തിൽ ഉണ്ടാകുന്ന വിവാദങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹം ശ്രമിക്കാതെ ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇത്രയും ജനങ്ങളിൽ പലരുടെയും ഭാഗത്തു നിന്ന് ഇത്രയേറെ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ഖേദപ്രകടനം നടത്തി. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വിമർശനങ്ങളാണ്. ആദ്യം സംഘപരിവാർ ശക്തികളിൽ നിന്നാണ് വിമർശനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും മുസ്ലിം സംഘടനകളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ധാരാളം വിമർശനങ്ങൾ ഉണ്ടാകുന്നു. സത്യത്തിൽ ഈ വിമർശനങ്ങൾ ഈ സിനിമയെ കൂടുതൽ പോപ്പുലർ ആക്കുകയല്ലേ ചെയ്യുന്നത്. കാരണം കൂടുതൽ ആളുകൾ നാളെ ഇപ്പോൾ വെട്ടിമാറ്റിയ ഭാഗങ്ങളുമായി ഈ സിനിമ തിയേറ്ററിലെത്തുമ്പോൾ ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ കളക്ഷനിലേക്ക് വീണ്ടും ആ സിനിമ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൂടുതൽ ആളുകൾ ആ പടം കാണാൻ നാളെയും തയ്യാറാകും. വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ആണെങ്കിൽ കൂടിയും ഇനിയും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ ആ പടത്തെ കൂടുതൽ വിജയത്തിലേക്ക് നയിക്കാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും ഇങ്ങനെയൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? തന്നെയുമല്ല, ഇപ്പോൾ ഇതുപോലൊരു സിനിമ ഉണ്ടാകുമ്പോൾ ആ സിനിമ ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇറങ്ങിയ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക സിനിമകളിലും അക്രമമാണ് നടക്കുന്നത്. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കഥകളും കഥാതന്തുക്കളും ഒക്കെയാണ് സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ എമ്പുരാനും ശരിക്കും അതുപോലൊരു വിഷയമല്ലേ കൈകാര്യം ചെയ്യുന്നത്. വെടിവയ്പ്പ്, കൊലപാതകം, അങ്ങനെയുള്ളൊരു സംഭവം തന്നെയല്ലേ ചെയ്യുന്നത്. കുട്ടികൾ ഈ സിനിമകൾ അക്രമവാസന ഉണ്ടാക്കുന്നു എന്നൊരു ഒരു ചർച്ച കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചാനലുകളിലും മറ്റും കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന ഈ സിനിമ പോലും ഒരുതരം അക്രമ സ്വഭാവമുള്ള, അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കാഴ്ചപ്പാടല്ലേ മുന്നോട്ട് വയ്ക്കുന്നത്. നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. നല്ല സിനിമകൾ ഉണ്ടായാൽ മാത്രമേ ഈ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും ഫാമിലിയായിട്ട് പോയിരുന്ന പടം കാണാനുള്ള താല്പര്യം ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ തന്നെ ലാലേട്ടൻ്റെ തന്നെ അടുത്ത വരുന്ന തുടരും എന്ന സിനിമ